AICC സമ്മേളനത്തിന് അഹമ്മദാബാദിൽ തുടക്കമായി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ ശക്തിപ്പെടുത്താനും ജില്ലാ പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകാനും തീരുമാനമെടുത്തു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലും DCC പ്രസിഡന്റുമാരുടെ അഭിപ്രായത്തിന് മുഖ്യ പരിഗണന നൽകാനും സമ്മേളനത്തിൽ ധാരണയായി. വിവരങ്ങളുമായി D. ബിനോയാണ് ചേരുന്നത്. ബിനോയ്, വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ നിർണായകമായ പല പ്രമേയങ്ങളും പാസാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വിശാല പ്രവർത്തക സമിതി യോഗം പൂർണ്ണമായോ? എന്തെല്ലാം പ്രമേയങ്ങളാണ് പാസാക്കിയത്? എന്തെല്ലാമാണ് സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ? അഹമ്മദാബാദിൽ ഇപ്പോഴും AICCയുടെ യോഗം പുരോഗമിച്ചു വരികയാണ്. പ്രധാനമായും സംസ്ഥാനത്തു നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് ലക്ഷ്യം. പ്രത്യേകിച്ചും പാർട്ടിയുടെ അടിത്തട്ടിൽ വലിയ തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കലും ഒപ്പം ആളുകളില്ലാതിരിക്കുകയും വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പാർട്ടിയെ താഴെത്തട്ട് മുതൽ ശക്തിപ്പെടുത്തുക എന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അവരെ നേതൃനിരയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ DCC പ്രസിഡന്റുമാർക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ പങ്കില്ലായിരുന്നു. KPCC നേരിട്ട് തന്നെ ചില ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ അത് മാറും. പകരം DCC പ്രസിഡന്റുമാർ തന്നെയായിരിക്കും ആദ്യ ലിസ്റ്റ് ഓരോ ജില്ലകളിൽ നിന്നും നൽകുക. ഒപ്പം DCC പ്രസിഡന്റുമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു 5 അംഗ സമിതിയും ഉണ്ടാവും. അതുപോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കാലാവധിയാണ് DCC പ്രസിഡന്റുമാർക്കുള്ളതെങ്കിൽ യാതൊരു കാരണവശാലും അവർക്ക് ഈ കാലയളവിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കോ മറ്റോ നിയമസഭയിലേക്കോ ഒന്നും തന്നെ മത്സരിക്കാനുള്ള അധികാരമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. അവർ പൂർണ്ണമായും പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയായിരിക്കും അവർ ചെയ്യേണ്ടത്. അത്തരത്തിൽ പാർട്ടിയുടെ അടിത്തട്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ AICC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ഇനി മുതൽ തന്നെ DCC പ്രസിഡന്റുമാരുടെ സമയത്ത് അവരെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തകരാണോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ നേതൃത്വം തന്നെ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. അതേസമയം ഇന്ന് AICC സമ്മേളനത്തിൽ ഇന്ന് പ്രധാനമായും DCC പ്രസിഡന്റുമാർക്കും മറ്റുമുള്ള ഒരു ക്ലാസും ചർച്ചകളുമാണ്. നാളെയാണ് AICC സമ്മേളനത്തിൽ മറ്റൊരു പ്രധാന പരിപാടിയായിട്ട് വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കുക. അതിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രമേയമുണ്ട്. ഒപ്പം സമീപകാലത്ത് രാജ്യത്തുണ്ടായ വിവിധ പ്രശ്നങ്ങളെ എങ്ങനെ പാർട്ടി നേരിടണം ഇത് സംബന്ധിച്ച പ്രമേയങ്ങൾ ഉൾപ്പെടെ നാളെ അവതരിപ്പിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ AICCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള DCC പ്രസിഡന്റുമാരും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു പക്ഷേ KPCC പ്രസിഡന്റ് പദവിയിൽ മാറ്റം ഉണ്ടാകും എന്നാണ്. എന്നാൽ അത്തരത്തിലൊരു മാറ്റത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. കൂടുതൽ ചർച്ചകൾ സംസ്ഥാനത്ത് അനിവാര്യം എന്നാണ് AICC നേതൃത്വം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ K. സുധാകരൻ ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരുന്നതിനുള്ള അവസരം ലഭ്യമാകും. ഒപ്പം KPCCയിൽ മറ്റ് പുനഃസംഘടനകൾ നടക്കുകയും ചെയ്യും. ഫലത്തിൽ KPCCയും DCCകളും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ AICC യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുല്യ. ശരി ബിനോയ്, AICC യോഗം അല്ലെങ്കിൽ AICC സമ്മേളനം അഹമ്മദാബാദിൽ പുരോഗമിക്കുകയാണ്. ദ്വിദിന സമ്മേളനമാണ് നടക്കുന്നത്. ആദ്യ ദിവസം വിശാലമായ പ്രവർത്തക സമിതി യോഗവും 2ാം ദിനം പ്രതിനിധി സമ്മേളനവും നടക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് D. ബിനോയാണ്.